Morning. Magic money. Okay. എല്ലാവരും വിഷ് ചെയ്ത് കഴിഞ്ഞോ? Magic money. ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പം ഇന്ന് നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്വന്തം റസാഖ് സാറിന്റെ സെഷൻ ആണ്. സാറിന്റെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ശ്രദ്ധിച്ചവരുണ്ടോ? ഓക്കെ. ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് റസാഖ് സർ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാം. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു. ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ആക്കിക്കോളെ. ഇല്ലേ ചാറ്റ് ചെയ്യാൻ റെഡി ആയിക്കാം. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഒന്ന് എസ് ടൈപ്പ് ചെയ്ത എല്ലാവരും ഉണ്ടോ? മെഡിറ്റേഷനിൽ ഒന്ന് ഓണർന്നോ? ഓക്കെ. സിന്ധുവ ഒന്ന് നോട്ട് ചെയ്തോളൂ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. ഓക്കെ. ഓക്കെ. അപ്പോ നിങ്ങള് ഒരു മൊബൈല് വാങ്ങി, മണിസാർ മൊബൈല് വാങ്ങി. മൊബൈലിൽ ചാർജ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഓഫ് ആകുക, പിന്നെ ഓൺ ആകുക, പിന്നെ ഓഫ് ആകുക, പിന്നെ ഓൺ ആകുക. ഇങ്ങനത്തെ ഒരു ചാർജറാണ് കിട്ടിയത്. നിങ്ങൾ ആ മൊബൈൽ ചാർജ് ചെയ്യോ ഇല്ലേ? എന്ത് ചെയ്യും? ചാർജ് ചെയ്യോ? മൊബൈൽ ഓഫ് ആകുകയാണ്, പിന്നെ ഓൺ ആകുകയാണ്, പിന്നെ ഓഫ് ആകുകയാണ്, പിന്നെ ഓൺ ആകുക. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉള്ള മൊബൈലാണ് കിട്ടിയത്. അപ്പൊ അത് ഷോപ്പിൽ കാണിക്കും. ഷോപ്പിൽ കാണിക്കും, കാരണം അത് യൂസ് ചെയ്യൂല, യൂസ് ചെയ്യാൻ പറ്റൂല അല്ലേ? യൂസ് ചെയ്തതിന്റെ മൊബൈൽ കേടുവരില്ലേ? ഓരോ വസ്തുവിനും ഒരു നിയമമുണ്ട്. ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം. അത് പ്രഷർ കുക്കർ ആണെങ്കിലും ശരി, TV ആണെങ്കിലും ശരി, മൊബൈലാണെങ്കിലും ശരി. അങ്ങനെ നിയമമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കളുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. അങ്ങനെ നിയമങ്ങളൊന്നുമില്ല, ഒരു നിയമമില്ല. എങ്ങനെ ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ? ഇല്ല അല്ലേ? എല്ലാ വസ്തുവിനും നിയമമില്ലേ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ? പക്ഷെ നിയമത്തിന് മുമ്പ് ആ വസ്തു എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? കാരണം നമ്മളിപ്പോ ഒരു മൊബൈലാണ് ഉപയോഗിക്കുന്നത്. ഈ മൊബൈൽ പറഞ്ഞ സാധനം എന്താണെന്നും അതിൻ്റെ ഉള്ളില് ഇലക്ട്രോണിക്സിന്റെ ഏതെല്ലാം ഐറ്റംസ് ആണ്, സാധനങ്ങളൊക്കെയാണ് ഉള്ളതെന്നും അത് എങ്ങനെയൊക്കെ കംപ്ലൈന്റ് വരാമെന്നും, ചാർജ് ശരിയായ രീതിയിൽ ചാർജ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ബാറ്ററി കംപ്ലൈന്റ് വരും എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇതിൽ ബാറ്ററി ഉണ്ട്, സിം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ? ചെറുതായിട്ടെങ്കിലും വേണ്ടേ? എന്നാല് ജാസ്മിൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞോളൂ. മനുഷ്യന്റെ നിയമം എന്താണ്? മനുഷ്യന്റെ നിയമമുണ്ട്, മനുഷ്യനൊരു നിയമമുണ്ട്. മനുഷ്യൻ എങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം. അതിന്റെ മെനു ആരെടുത്തുണ്ടോ? ആരുടെ കയ്യിലാ മെനു ഉള്ളത്? മനുഷ്യൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊരു നിയമമുണ്ട്. ജാസ്മിൻ അറിയോ? ഹലോ, അറിഞ്ഞോളൂ. എന്താണ് മനുഷ്യന്റെ നിയമം? മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കരുത്, TV അങ്ങനെ ഉപയോഗിക്കരുത്, ഇങ്ങനെ ഉപയോഗിക്കാവൂ, ഇസ്തിരിപ്പെട്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്നൊക്കെ എന്തുണ്ട്? ആ വസ്തു വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ ഉപയോഗിക്കാവൂ, മറ്റു രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. മനുഷ്യന്റെ ആ പുസ്തകം എവിടെയുള്ളത്? നമ്മളെ കോൺഷ്യസ് മൈൻഡിലാണല്ലോ, നമ്മളെ ചിന്തകൾക്കാണല്ലോ പ്രാധാന്യം. നമ്മൾ എന്ത് ചിന്തകൾ കൊടുക്കുന്നോ ആ ചിന്തകളാണ് നമുക്ക് എന്താണ് മനുഷ്യ ശരീരത്തിന്റെ നിയമം എന്നറിയണമെങ്കിൽ മനുഷ്യ ശരീരം എന്താണെന്ന് അറിയണ്ടേ?
ഓക്കെ ഓക്കെ. എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരം ഉണ്ടായത്? 10ാം ക്ലാസ്സിലുണ്ട്. 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിൽ നമ്മൾ മുഫീദാനെ വിളിക്കുക, അവർക്ക് എന്തെങ്കിലും കോഴ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് തരും. എന്താണ് മനുഷ്യ ശരീരത്തിന്റെ ആദ്യത്തെ ഒരു വസ്തു ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യ ശരീരം ഉണ്ടായത്? ഫസ്റ്റിലുണ്ടായത് ഒരു കോശത്തിൽ നിന്നല്ല. സംശയം ഉണ്ടോ? ഇല്ല, ഒരു കോശത്തിൽ നിന്ന്. ആ കോശങ്ങൾ ചേർന്നിട്ട് പിന്നെ എന്തുണ്ടായി? കോശങ്ങൾ ചേർന്നിട്ട് എന്തുണ്ടായത്? ആരോ ഒരാൾ ടൈപ്പ് ചെയ്തല്ലോ. സെല്ല്. ഓക്കെ, അർത്ഥവും പറഞ്ഞോളൂ. സെല്ലുകൾ ചേർന്നിട്ട് എന്തുണ്ടായത് ഷെരീഫ? ഞാൻ കാണട്ടെ, നിങ്ങളിപ്പോ അത്ര വിദ്യാഭ്യാസം ഉണ്ടോന്ന് പറയണല്ലോ അല്ലേ മനുസാറെ? സെല്ലുകൾ ചേർന്നിട്ട് എന്തുണ്ടായത്? രൂപം ഉണ്ടായോ? ഇല്ല, സെല്ലുകൾ ചേർന്നിട്ട് സാധനം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? തീജ, ജാസ്മിൻ പോയോ? ജാസ്മിനെ അറിയില്ലേ? ന്യൂറോൺസുകളാണ്. നെറുവുകളാണോ? അല്ല, അല്ല, സെല്ലുകൾ ന്യൂറോൺസ്. ചേർന്നിട്ട് ടിഷ്യൂ അല്ല ഉണ്ടായത്? ടിഷ്യൂ കേട്ടിട്ടില്ല? ടിഷ്യൂ ആണ് ഉണ്ടായത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ടിഷ്യൂ ഏതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ടിഷ്യൂ ഏതാണ്? തൊലിയാണ്. ഓക്കെ, ടിഷ്യൂകൾ ചേർന്നിട്ട് എന്താ ഉണ്ടായത്? ഓക്കെ, താങ്ക് യു സർ. സെല്ലുകൾ ഉണ്ടായി, സെല്ലുകൾ ചേർന്നിട്ട് ടിഷ്യൂ ഉണ്ടായി, ടിഷ്യൂകൾ ചേർന്നിട്ട് പിന്നെ എന്താ ഉണ്ടായി? പഠിച്ചോളി. ഇത് എപ്പോഴും ആവശ്യമാണ്. കാരണം ഡോക്ടർമാരുടെ അടുത്തേക്ക് ഇങ്ങനെ ആഴ്ചയിൽ 4 വട്ടം പോകേണ്ട ആൾക്കാരാണെങ്കിലും എല്ലാവരും. ഇത് സംഗതി നല്ലതാണ്. ടിഷ്യൂകൾ ചേർന്നിട്ട് ഓർഗൻ ഉണ്ടായി, അവയവങ്ങൾ. ഓക്കെ, അവയവങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? അവയവങ്ങൾ എല്ലാവരോടും കൂടി ചേർന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക? ബോഡി ഉണ്ടായി. അതാ ബോഡി, ശരീരം ഉണ്ടായി. ചിന്തമേ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ശരീരം. ശരീരം ഉണ്ടാക്കുന്നുണ്ട്, ശരീരത്തിന് വേണ്ട പോഷകാഹാരമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മനുഷ്യ ശരീരം. പക്ഷെ ഈ സെല്ല് എവിടുന്ന് ഉണ്ടായി അറിയാം നമുക്ക്? സെല്ലിൽ എന്തൊക്കെയാ അടങ്ങിയിട്ടുള്ളത് ആർക്കെങ്കിലും അറിയോ? ഒരു സെല്ലിൽ എന്തൊക്കെയാണുള്ളത്? ഒരു പഞ്ചഭൂത സിദ്ധാന്തം പറഞ്ഞ സാധനം ഉണ്ട്. കേട്ടിട്ടുണ്ടോ? പഞ്ചഭൂതം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരാ കേട്ടിട്ടുള്ളത് പഞ്ചഭൂതം? പേടിക്കണ്ട, രാത്രി വരുന്ന ഭൂതല്ല. ജാസ്മിനെ, എന്താ പഞ്ചഭൂതം? ജാസ്മിൻ ഉറങ്ങിയ? ജാസ്മിൻ മുങ്ങിയ പോലാണ്. ഭൂമി, ആകാശം, അഗ്നി, വായു. ഓക്കെ, കറക്റ്റാണ്. ഇതിന്റെ ശരിക്കുള്ള പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് ആരാ പറയാ? പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് ആരാ പറയാ? അവർക്ക് അവാർഡ് ഉണ്ട്. ഇന്ന് അയച്ചു തരും. നിങ്ങളെ അഡ്രസ്സിന്റെ അയച്ചു തന്നാൽ മതി, ഞാൻ അയച്ചു തരാം. കറക്റ്റ് പൊസിഷനിൽ പറയണം. ആര് പറയും? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ആയി വാ, കറക്റ്റ്. കണ്ടോ മനുഷ്യർ? കണ്ടോ? കറക്റ്റാണ് ഇത്. ഭൂമി, ഭൂമിക്ക് മുകളിൽ ജലം. അങ്ങനെ പഠിച്ചതാണ്, മുമ്പ് പഠിച്ചതാണ് അല്ലേ? ഭൂമി, ഭൂമിക്ക് മുകളിൽ ജലം. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, രസമാണ്. അതിന്റെ അങ്ങനെ പഠിക്കുമ്പോൾ അതിന്റെ ഒരു ശവഞ്ചക്രാസിന്റെ നമ്മൾ മെഡിറ്റേഷന്റെ ആൾക്കാരാണല്ലോ അല്ലേ? അപ്പൊ മെഡിറ്റേഷന്റെ ആൾക്കാരാകുമ്പോ അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനവുമായി നമുക്കൊരു ബന്ധം വേണം എന്നാണ് മനുഷ്യ ശരീരത്തിന്റെ നിയമം. അതിൽ ഒന്നാമത്തതാണ് എന്ത്? പ്രഭാതം ധന്യമാക്കുക എന്നുള്ളത്. അതെന്തിനാണ് അറിയോ?
ഒരാള് രാവിലെ ഉണർന്നു കഴിഞ്ഞാല് ഒന്ന് കുളിക്കുന്നത് നല്ലതാണ്. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയാണ്. മനുഷ്യ ശരീരം ഒരു ഭൂമിയാണ്. ആ ഭൂമിക്ക് മുകളിൽ വെള്ളം. കുളിക്കണേ, കുളിക്കുമ്പോൾ ഭൂമിക്ക് മുകളിൽ വെള്ളമാവുള്ളൂ. ഓക്കെ. അതിനുശേഷം എന്ത് വേണം? അതിനുശേഷം ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? വെയിലത്തൊന്ന് ഇറങ്ങിയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട്. എന്തിനാരോ ഒന്ന് ചൂടാക്കണം. അഗ്നി, സൂര്യനെ ഒന്ന് കൊണ്ടിട്ട് ഒന്ന് ചൂടാക്കേണ്ടതുണ്ട്. പിന്നെയോ ബ്രീത്ത് ഇൻ എക്സസൈസ് ചെയ്യണം. അതെന്തിനാ? വായു ലഭിക്കാൻ വേണ്ടി. നല്ല ശുദ്ധമായ വായു രാവിലെ അല്ലേ ലഭിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങളൊക്കെ ഓടിയിട്ട് ശുദ്ധിയൊക്കെ അശുദ്ധിയാകും. അപ്പൊ ഒന്ന് ബ്രീത്ത് ഇൻ എക്സസൈസ് ചെയ്യണം. അപ്പൊ വായുവായി. പുറത്തിറങ്ങി നടക്കുമ്പോ എല്ലാം ആയില്ലേ? ഭൂമിക്ക് മുകളിൽ വെള്ളമായി. ബ്രീത്ത് ഇൻ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി വായുവായി, അഗ്നിയായി. ഇതെല്ലാം കൂടി ചേർന്നാൽ ആകാശമായി. ആകാശത്തിന്റെ മീനിങ് എങ്ങനെ? ഒഴിഞ്ഞ സ്ഥലം എന്നാണ് അല്ലേ? ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സ്ഥലം. അപ്പൊ ഈ പഞ്ചഭൂതവുമായി മനുഷ്യന് ബന്ധമുണ്ടെങ്കിൽ മനുഷ്യ ശരീരം യഥാർത്ഥമായ രീതിയിൽ അതിന്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ സാധിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്, ഞാനും മണിസാറ് ബഷീർ സാറൊക്കെ, ഞങ്ങളെന്താ ചെയ്യലെച്ചാൽ മെഡിറ്റേഷൻ ഇവിടെ കൊണ്ട് ഓണാക്കും. മെഡിറ്റേഷൻ വിടാണ്ട് ഓണാക്കിയിടും. എന്നിട്ട് ക്യാമറ ഓണാക്കിയിട്ടുണ്ടാവും, സൗണ്ട് ഓണാക്കിയിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കലും വർത്താനം പറയലും ബാത്റൂമിൽ പോയാലും. അത് നിയമത്തിൽ പെട്ടതല്ല, അത് നിയമവിരുദ്ധാണ്. അപ്പൊ ഫൈൻ അടക്കേണ്ടി വരും. നിയമവിരുദ്ധമായത് ചെയ്താൽ ഫൈൻ അടക്കേണ്ടി വരും. എവിടെ? ഹോസ്പിറ്റലില് ഫൈൻ അടക്കുന്ന സ്ഥലം അവിടെയാണ്. നമ്മുടെ ആരോഗ്യകരമായി ജീവിക്കണമെങ്കിൽ ഈ ശരീരത്തിന് നിയമം പാലിച്ച് നടക്കാത്ത പക്ഷം ആരാണെങ്കിലും ശരി ഫൈൻ അടക്കേണ്ട സ്ഥലം ഹോസ്പിറ്റലിലാണ് കേട്ടോ. അവിടെ പോയി അടയ്ക്കുക. ഒന്ന്. രണ്ടാമത്തെ ഒരു തിയറി ഉണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പോ സാജൻ സാറിന് വീട്ടിലൊരു ജോലിക്ക് ആളാവശ്യമുണ്ട്. വീട്ടു ജോലിക്ക് 2 ആളാവശ്യമുണ്ട്. അപ്പൊ 2 പേര് ആ നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നു. അവിടെ ആ റൂമുകളൊക്കെ ഒന്ന് അടിച്ച് തൂത്തുവാരി ക്ലിയർ ആക്കി തുടച്ച് വൃത്തിയാക്കി മുറ്റൊക്കെ ഒന്ന് ആ പുല്ലൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല ക്ലിയർ ആക്കിയിട്ട് വിടാൻ വേണ്ടി 2 ജോലിക്കാർ വരുന്നു. സാജൻ സാർ ആ കശാരിയിൽ ഇങ്ങനെ ഒരു കാലിന്റെ മുകളിൽ വേറെ കാലൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ജോലിക്കാരെങ്ങനെ കണ്ടിട്ട് ഒരു ജോലിക്കാരങ്ങനെ പറഞ്ഞോളില്ല, എന്താണത് ഇവിടെ ആകെ ചണ്ടി ചവറ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്. ഇങ്ങനത്തെ ഒരു ജോലി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു വീടാണത്, പ്രേതാലയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരാള്. മറ്റേ ആള് പറയുന്നുണ്ട്, ഓ കുറെ ദിവസമായി ഞാൻ ജോലി ചെയ്തിട്ട് എനിക്കൊരു ജോലി കിട്ടിയാലോ, നിങ്ങൾ ഇന്നെ ജോലിക്ക് വിളിച്ചതിന് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങൾ തന്ന ഭക്ഷണം ഭയങ്കര രസമുണ്ടായിരുന്നു, ടേസ്റ്റുള്ള ഭക്ഷണമാണ് തന്നത്. നിങ്ങൾ ഭയങ്കര ഒരു സൗഹൃദമുള്ള ഒരാളാണ്, സ്നേഹമുള്ള ഒരാളാണ്. ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 പേർക്കും നിങ്ങൾ പറഞ്ഞ പൈസ 1000 രൂപയാണ് കൂലി. പക്ഷെ പോകുമ്പോ നിങ്ങൾ ആർക്കൊക്കെയാണ് പൈസ കൊടുക്കല്? എത്രയാണ് പൈസ കൊടുക്കല് സാജൻ സാറ്? പറഞ്ഞ കൂലി 1000 ആണ്. 2 പേർക്കും കൊടുക്കും. 2 പേർക്കും കൊടുക്കും. പക്ഷെ ഒരാൾക്ക് 1000 കൊടുക്കുള്ളൂ, മറ്റേയാൾക്ക് 1000ന്റെ മേലെ ഒരു 100 കൂടി വെച്ച് കൊടുക്കൂലേ? എന്റെ സന്തോഷം കൊടുക്കും. സന്തോഷം കൊണ്ട് കൊടുക്കും. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ട് അതില്?
നമുക്ക് സന്തോഷമായി നമുക്ക് 100 രൂപ കൊടുക്കും അല്ലേ? എങ്ങനെ നമുക്ക് സന്തോഷമായത്? അവർ നമ്മുടെ ഭക്ഷണത്തിന് ഗുണം പറഞ്ഞത്, നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്? ഓ എന്റെ ദൈവമേ, എന്തൊരു ജീവിതാണത്, നാശിച്ച് നാരായണക്കല്ലായി അല്ലേ? എപ്പോ നോക്കിയാലും രോഗാണ്, എപ്പോ നോക്കിയാലും വിഷമാണ്, എപ്പോ നോക്കിയാലും പ്രയാസാണ്. മകൾ അങ്ങട്ട് മകൻ ഇങ്ങട്ട്, പരാതിയും പരിഭവവുമായിട്ട് നമ്മൾ നിൽക്കുമ്പോ ഒരു കൂട്ടർ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചതിന് നന്ദി, ഇതുവരെ ജീവിച്ചതിന് നന്ദി, എനിക്ക് നല്ല ഭക്ഷണം നൽകിയതിന് നന്ദി എന്ന് പറഞ്ഞാല് ദൈവം ആർക്കാണ് ഒരു 100 രൂപ കൂടി എക്സ്ട്രാ വെച്ച് കൊടുക്കുക? ആർക്കാണ് ഗുണങ്ങൾ വെച്ചു കൊടുക്കുക? നമുക്കല്ലേ വെച്ച് തരിക, നമ്മളല്ലേ ഇത് ചെയ്യുന്നത്? ആണോ അല്ലേ? നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആണോ അല്ലേ? നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടോന്ന് അറിയണല്ലോ. അതെ അതെ. യെസ്, കറക്റ്റാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ മൈൻഡിൽ എന്താ ഉള്ളത്? ഇതേ സംഭവം തന്നെയല്ലേ ഈ പ്രപഞ്ചത്തിലുള്ളത്. കോസ്മിക് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോസ്മിക് കോൺഷ്യസ് മൈൻഡ്, ആ സാധനത്തിൽ ഇതാണുള്ളത്. ശരിക്കും പഠിച്ചോളി. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുമ്പോ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എങ്ങനെ ഇത് നേടിയെടുക്കാൻ സാധിക്കും? ചില ആളുകൾ അങ്ങനെയാണ്. നമ്മളെങ്ങനെ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മണിസാറെ, അങ്ങനെയാണ്, ഭയങ്കര ആഗ്രഹമാണ്, എന്തായാലും 2 ദിവസം കൊണ്ട് ഞാൻ വരും, 2 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ പിന്നെ ബിസിയൊക്കെ കഴിഞ്ഞു, എന്തായാലും ഞാൻ വരും, ഞാൻ എന്തായാലും എക്സസൈസ് ചെയ്യും, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, ഇതൊക്കെ പറയും. 2 ദിവസമല്ല, 20 ദിവസമല്ല, 2 മാസം കഴിഞ്ഞാലും ഈ ആളെ കാണൂല. അപ്പൊ മണിസാർ വെച്ചു, അല്ല റസാഖ് സാർ നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ എക്സസൈസ് ചെയ്യും, എന്റെ കൂടെ വരും, 2 ദിവസം കൊണ്ട് വരാന്നൊക്കെ, പിന്നെ കണ്ടില്ലല്ലോ. എനിക്കൊരു ഒഴിവും കിട്ടിയില്ല മണിസാറെ, ഒരു ഒഴിവും കിട്ടിയില്ല. എപ്പോഴാ ഒഴിവ് കിട്ടുക അറിയാം നിങ്ങൾക്ക്? എപ്പോഴാ ഒഴിവ് കിട്ടുക? ഹോസ്പിറ്റലിൽ പോയുമ്പോ അവര് പറയും 2 മാസം ഇവിടെ അഡ്മിറ്റ് ആകണം പറയും. 2 മാസം ഇവിടെ അഡ്മിറ്റ് ആകണം, 2 ലക്ഷം റുപ്യ കെട്ടി വെക്കണം. അപ്പൊ നമുക്ക് നല്ല ഒഴിവും ഉണ്ടാവും, പൈസ ഉണ്ടാവും, ആൾക്കാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിനു മുമ്പ് നമുക്ക് പൈസ ഇല്ലേ, കയ്യിൽ 10 പൈസ ഇല്ല, ഒഴിവില്ല. എപ്പോഴാ അതൊക്കെ ചെയ്യുക എന്നൊക്കെയാണ് ചോദ്യം. ഞാനൊരാളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മളെ ഒരു പഴയ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോ അവർക്ക് കാൽമുട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു മജ്ജ മാറ്റി വെക്കണം. അതൊരു 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും. മജ്ജ മാറ്റിവെക്കല് 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും. സിമ്പിളാണ്, ഒരു ഹോൾസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, പരമാവധി അത് ഒഴിവാക്കാൻ നോക്ക്. പിന്നെ എന്ത് ചെയ്യണം? ഒരു റെസ്റ്റ് എടുക്ക്, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം 8 ദിവസം റെസ്റ്റ് എടുക്ക്, എന്നിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ഒരാഴ്ച റെസ്റ്റോ? ഞാനോ, എനിക്ക് ഇന്നിപ്പോ പാലക്കാട് എത്തണം ഉച്ചയാകുമ്പോഴേക്ക്. ഞാനെങ്ങനെ ഒരാഴ്ച റെസ്റ്റ് എടുക്കുക? ഒരു രക്ഷയില്ല. നിങ്ങൾ ആ പരിപാടി ഒന്നും നടക്കൂല പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. 1/2 മണിക്കൂർ കൊണ്ട് മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറയണ ഒരു 15 ദിവസം റെസ്റ്റ് എടുക്കണം കേട്ടോ, എന്നിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തേലും മാർഗം ഉണ്ടാ? 15 ദിവസം റെസ്റ്റ് എടുത്തു, പൈസ ഉണ്ടായി, ഒഴിവുണ്ടായി, പാലക്കാട്ടേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല.
ഇതാണ് നമ്മുടെ മൈൻഡ്. ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കണം. നമുക്ക് വേണ്ടി നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്, ഡോക്ടറല്ല. ഒരു ഡോക്ടർക്കും നിങ്ങളെ രോഗം സുഖപ്പെടുത്താൻ സാധ്യമല്ല. ഞാനും ചികിത്സകൻ തന്നെയാണ്. പക്ഷെ എനിക്കടക്കം നിങ്ങളുടെ രോഗം സുഖപ്പെടുത്താൻ സാധ്യമല്ല. ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് സുഖപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. അല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിയമം അങ്ങനെയാണ്. നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾക്ക് ലഭിക്കും. ആരാണോ കൂടുതൽ ഇബാദത്ത് ചെയ്തത് അവർക്ക് സ്വർഗമുണ്ട് എന്നാണ്. ഇബാദത്ത് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആരാണോ കൂടുതൽ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് അവർക്ക് സുഖസുന്ദരമായൊരു ലോകവും ഉണ്ട്. അല്ലേ? രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഭ്രാന്തൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ സേഫ്സാറെ ബോധിപ്പിക്കാൻ വേണ്ടി ആരും ഇത് ചെയ്യണ്ട. അതല്ലെങ്കിൽ മുഫീദാനെ ബോധിപ്പിക്കാൻ വേണ്ടി ആരും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാന്, മണിസാറ്, ബഷീർ സാറ്, സിന്ധുമയം അടക്കം എല്ലാവരോടും, ഷാജൻ സാർ അടക്കം എല്ലാവരോടുമാണ് പറയുന്നത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ രാവിലെ ഉണരുകയും കുളിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ് ഒക്കെ എഴുതുകയും ചെയ്ത് നമുക്ക് വിജയിക്കാം. മറ്റുള്ളവരെ കാത്തു നിൽക്കണ്ട. അവൻ വരട്ടെ, ഇവൻ വരട്ടെ, നാളെ ആകട്ടെ, മറ്റന്നാളെ ആകട്ടെ എന്ന് വിചാരിച്ച് ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഇത്രമാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 6:13 ആയിട്ടുണ്ട്. ഇതൊരു ക്ലാസ് ആയിട്ട് കണക്കൂട്ടണ്ട, ഒരു ഉപദേശമായിട്ട്, എന്നോട് കൂടെയുള്ള ഉപദേശമായി നോക്കിയാൽ മതി എന്ന് മാത്രം പറഞ്ഞ് താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. അപ്പം സാറ് കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ റസാഖ് സാർ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാറേ. പറഞ്ഞോളൂ, ടൈപ്പ് ചെയ്യണ്ട, പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ആരാണ് ഫസ്റ്റ്? പാട്ട് ഇടുക, പറയാൻ പറഞ്ഞിട്ട് പാട്ട് ഇടുക. പാട്ട് വന്ന സോറി, വന്ന പാട്ടിനെ നിർത്തണ്ടെന്ന് വിചാരിച്ചു. വന്നോട്ടെ. നല്ല ക്ലാസ് ആയിരുന്നു സർ. നമ്മളിത് കൊണ്ടു നടക്കുന്ന കുറെ കാലമായിട്ട് ഇഷ്യൂ, സെല്ലു, ഇതൊക്കെ ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. ആർക്കും പറയാനും പറ്റുന്നില്ല എന്താണ്. അപ്പൊ അതിന് നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരാള് എനിക്ക് ഒന്നുമില്ല, എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയില്ല, ആ കിഡ്നി കൊണ്ട് തരികയാണെങ്കിൽ ഞാൻ 4 ലക്ഷം വാങ്ങിത്തരാം. ഒന്നുമില്ല എന്ന് പറയല്ലേ. ആ സാധനം തരികയാണെങ്കിൽ ഒരാളുണ്ട്, നല്ല സിമ്പിൾ ഒരു ഓപ്പറേഷൻ ആണ്, 4 ലക്ഷം ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ഓരോ അവയവം കൂട്ടുമ്പോ നമ്മളത് ശരിക്കും ഒരു വില പിടിച്ച സാധനം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനൊരു യൂസർ മാനുവലൊക്കെ ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ട്. അതേമാതിരി നമ്മളെ ഈ ഇത്രയും കോടിക്കണക്കിന് വിലയുള്ള ഒരു സാധനം കൊണ്ടു കിടക്കുന്ന നമുക്ക് അതൊരു മൈൻഡേ ഇല്ല. ഇതെങ്ങനെ, ഓരോ സാധനം എങ്ങനെ ഉപയോഗിക്കണം, കിഡ്നിക്ക് എന്താ കൊടുക്കേണ്ടത്, ലിവറിനെ എങ്ങനെ സംരക്ഷിക്കണം, അങ്ങനത്തെ ഇതൊക്കെ വലിയ വലിയ കോസ്റ്റ്ലി ആയിട്ടാണ്. ടിവിനെ കിട്ടി ഒരു 100 TV വാങ്ങേണ്ട വില ഉണ്ട് ഒരു ലിവറിന്. പക്ഷെ അത് നമ്മള് ശ്രദ്ധിക്കില്ല. ഉപ്പിലിട്ടതിന്റെ ലോകാണിപ്പോ പറഞ്ഞാല്. അങ്ങനെ വരുമ്പോ
അതൊക്കെ ചെന്ന് അടയുന്നത് ഈ ലിവറിലും കിഡ്നിന്റെയും ഇതിലാണ്. അവിടെ കൊണ്ടുപോയി തകരാറാക്കുക. അപ്പൊ ഇങ്ങനെ കണ്ടമാനം ഡയാലിസിസ് സെന്റർ ഇവിടെ ഇങ്ങനെ വർദ്ധിക്കുക എന്നല്ലാതെ ഈ സാധനം ആൾക്കാർക്ക് ബോധം വരുന്നില്ല. ഭക്ഷണത്തിന്റെ രീതി തന്നെ ഇപ്പം മാറി. ഇപ്പം ഭക്ഷണം കുട്ടികളെ ന്യൂജൻ പ്രത്യേകിച്ച് കഴിക്കുന്നത് രാത്രി 12 മണിക്ക് അല്ല. 12 മണിക്ക് 2 മണിക്കൊക്കെ. ഞാനിപ്പോ പൊതുവെ 10 മണിക്ക് ശേഷം റോട്ടിൽ ഇറങ്ങാത്ത ഒരാളാണ്. 2-3 ആഴ്ച മുമ്പ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു. മടങ്ങി വരുമ്പോ ഇറങ്ങല്ലേ. രാത്രിയൊക്കെ സ്ട്രീറ്റൊക്കെ ഫുഡ് സ്ട്രീറ്റൊക്കെ ഭയങ്കര ലൈവ്. എത്ര കുട്ടികളാണ്. അപ്പൊ ഞാൻ അതിൽ മനുഷ്യൻ റെസ്റ്റ് എടുക്കാൻ പഠിച്ച തന്ന സമയത്ത് ഇങ്ങനെ ഇത് കയറ്റി എന്നിട്ട് എണീക്കൽ ഉച്ചക്ക് അതൊക്കെ ലൈഫിന് പിന്നെ ഇതൊക്കെ ലോങ് റണ്ണിൽ നമ്മൾക്ക് തന്ന ഓർഗൻ എങ്ങനെ ഇത്രയും വില പിടിച്ച സാധനങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുമ്പോ അത് പറഞ്ഞ പോലെ ആൾക്കാർക്ക് സമയമില്ല. എന്തിനു ചോദിച്ചാലും പറയും സമയമില്ല. എന്തെങ്കിലും റെസ്റ്റിന്റെ കാര്യം പറഞ്ഞത് മെഡിറ്റേഷൻ 10 മിനിറ്റ് എടുത്താൽ ശരിയാ. 10 മിനിറ്റ് മെഡിറ്റേഷൻ അതൊന്നും എനിക്ക് കഴിയില്ല. അതിന് വലിയ വിഷയമായിട്ട് തലയിൽ കൊണ്ട് നടക്കില്ല. നല്ലൊരു ബോധവൽക്കരണമാണ് സാർ നടത്തിയത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സാർ. ബഷീർ പറഞ്ഞ വളരെ സത്യമാണ്. കാരണം ഭക്ഷണത്തിന്റെ കളറ് ചേർത്തത്, കെമിക്കൽ ചേർത്തതുമായ ഭക്ഷണങ്ങള്, അതേപോലെ തന്നെ അതൊരു ജാഡായിട്ടാണ് കണക്കൂട്ടുണ്ട്. എൻ്റെ അത്ര കപ്പാസിറ്റി വേറെ ആർക്കും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ അത്ര കപ്പാസിറ്റി വേറെ ആർക്കും ഇല്ല, ഞാൻ 4 കൂടി അടിച്ചും എന്നൊക്കെയാണ് പറഞ്ഞത് ഇല്ലേ. അപ്പൊ അത് ഭയങ്കര അഭിമാനമായിട്ട് കണ്ടിട്ട് സ്വന്തം ശരീരത്തെ കംപ്ലൈന്റ് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. കാരണം നമ്മുടെ ശരീരം ഒരു ചെറിയ കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് അതേപോലെ ഒരിക്കലും വരില്ല. നിങ്ങൾ എത്ര ഡയാലിസിസ് ചെയ്താലും ശരി, എത്ര കിഡ്നി മാറ്റി വെച്ചാലും ശരി, അത് ആദ്യത്തെ കിഡ്നിന്റെ അതേ കപ്പാസിറ്റി ഒരിക്കലും കിട്ടൂല. ഒരു പല്ലിന് പോലും കിട്ടൂല. ഒരു പല്ല് മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്കത് ലഭ്യമല്ല. ശരീരത്തിൽ ഉള്ള വസ്തു എത്ര നിങ്ങൾ മാറ്റി വെച്ചാലും ശരി, ആ ഇപ്പൊ നിലവിലുള്ള വസ്തുവിന്റെ ആ ഗുണം ഒരിക്കലും നമുക്ക് തിരിച്ച് ലഭ്യമല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. താങ്ക് യു. പറഞ്ഞോളൂ. താങ്ക് യു ബഷീർ സർ. എവിടെ അടുത്ത ആളെ ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. അജിപ്പോഴും പറയും. ആരാ പറയാൻ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പറയൂ. പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. കാരണം മനസ്സിൽ അത്രയും സന്തോഷം തോന്നുന്നു. കാരണം നമുക്ക് മാസത്തിൽ ഒരു 1-2 തവണ റസാഖ് സാറിന്റെ ഈ ഒരു ക്ലാസ് കിട്ടുമ്പോ നമ്മളെ അറിവുകൾ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാറിപ്പോ ഒരു മനുഷ്യ ശരീരം നിർമ്മിതമാണതിനെ പറ്റിയിട്ട് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ എങ്ങോ പഠിച്ച സംഭവമാണ്. അത് വീണ്ടും ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് നമ്മളിലേക്ക് അത് ആ ഒരു അറിവ് പകർന്നു തരുന്നതിന് ഞാൻ സാറിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഓരോരുത്തരും മടി പിടിച്ചിട്ടും എന്താ പറയാ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിച്ചിട്ട് ഇപ്പൊ രാവിലെ 4:30 നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇതെല്ലാം എഴുതി അതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്ത് നമ്മളെ ജോലികൾ ചെയ്യണം. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ ഓടുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മളുടെ ശരീരത്തിന് വേണ്ടി, നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഇതിലുള്ള ഓരോരുത്തരും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ കുറച്ച് ആൾക്കാർ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ മൊബൈൽ ഓണാക്കി വെച്ച് അവരവരെ ജോലി ചെയ്യുന്നു. മെഡിറ്റേഷൻ അവിടെ നടന്നോട്ടെ, ക്ലാസ് അവിടെ നടന്നോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് നടക്കാന്നുള്ള രീതിയിൽ പോണവരും കുറച്ചു പേരുണ്ട്. അപ്പൊ എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മള് ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ ഹാബിറ്റിന്റെ ഭാഗമായിട്ട് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തു പോകണം എന്നാണ് പറയാനുള്ളത്. എനിവേ നമ്മളെ സാറ് പറഞ്ഞ മെസ്സേജുകളും കൂടി നമ്മൾ നമ്മളെ ജീവിതത്തിലൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവുക. ഓക്കെ സാറേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു സന്തോഷ വാർത്ത കൂടിയാണ്. ഇന്നലെ ഞങ്ങളെ വീട്ടിൽ വൈഫൈ വെച്ചു, അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഓൺ ആക്കിയത്. അതെന്തായാലും നന്നായി. ഹലോ, മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ടോ? താങ്ക് യു റസാഖ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, അതാണ് വലിയ അത്ഭുതം.
എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, പക്ഷെ എല്ലാവരും പറഞ്ഞ മാതിരി നീട്ടി വെക്കുകയാണ്. സമയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ചെയ്യട്ടെ, മറ്റന്നാൾ ചെയ്യട്ടെ, രാവിലെ വൈകുന്നേരം ചെയ്യട്ടെ, വൈകുന്നേരം നേരം കൊടുക്കും. ഇതൊക്കെ ഒരു ദിനകൃത്യങ്ങളുടെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. നമ്മൾ പിന്നെ കുളിക്കുന്നു, പല്ല് തേക്കുന്നു, അതേപോലുള്ള ആ ഒരു ഹാബിറ്റിലേക്ക്, ഡെയിലി റൊട്ടീനിലേക്ക് വരുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുക, അതേപോലെ കുളിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നമ്മുടെ പിന്നെ ശരീരത്തിന് വേണ്ടത് ശരീരത്തിന് കൊടുക്കുക, മനസ്സിന് വേണ്ടത് മനസ്സിന് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഈ അറിവൊന്നും ഉണ്ടായിട്ട് പല ആളുകളും ഇതിൽ ചെയ്യുന്നില്ല. അതാണ് രസം. അതാണ് ഈ ലോകത്തിൽ 10% ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം. എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെ ഇതാരും ചെയ്യില്ല. ചെയ്യുന്ന ആളുകൾ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നില്ല. അതാണ് അത്ഭുതം. അത് നമ്മളെ മനസ്സ് നമുക്ക് എന്താണ് ഏറ്റവും സുഖം, അതാണ് നമ്മളെ പിന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ അതിലേക്ക് വീണ് പോവാണ്. 8 മണി വരെ ഉറങ്ങാം, അല്ലെ 7 മണി വരെ ഉറങ്ങാം, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിലേക്ക് മൈൻഡ് പറയും. അതിനെ പ്രതിരോധിക്കാൻ നമ്മളെ മനസ്സിന് കഴിയുന്നില്ല. അതിനെ തരണം സത്യത്തിൽ വിജയിച്ചിട്ടുള്ളവര്. അപ്പൊ അങ്ങനെ റിമൈൻഡ് ചെയ്ത് പിന്നെ ഇതൊക്കെ ചെയ്തു പോകുന്നത്, പിന്നെ സംബന്ധിച്ചോളം ഞാനൊക്കെ ഇതിങ്ങനെ ചെയ്തു പോരാൻ കാരണം സത്യം പറഞ്ഞാൽ ഈ ബി മാജിക്കിന്റെ ഈ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ്, ഈ ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. പിന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കുറച്ചു കാലം ചെയ്തതുകൊണ്ട് ഇത് ചെയ്യാതിരുന്നാൽ നമുക്കൊരു കുറ്റബോധം ഉള്ളിൽ വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ സാധാരണ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അത് അവർ 2 ദിവസം ചെയ്തില്ല, നമുക്കൊരു ഭയങ്കര ഒരു വിഷമം, വീണ്ടും അത് ചെയ്തു പോകും. അപ്പോൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ഈ ഒരു കുറ്റബോധം തന്നെ വന്നു തുടങ്ങും. കുറച്ച് കാലം കഴിയുമ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ ഒരു കുറ്റബോധം തന്നാൽ പിന്നെ നമ്മൾ ചെയ്യും. കാരണം നമ്മൾ എത്ര വൈകി എണീറ്റാലും നമുക്കൊരു വൈക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പല്ല് തേക്കാതെ പോകില്ലല്ലോ. പല്ല് തേക്കാതെ നമ്മൾ ആരും പുറത്തു പോകില്ല. അത് നമ്മളൊരു ഹാബിറ്റായി മാറിയത് കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കാൻ ഓർമ്മപ്പെടുത്താണ്. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവരും തിരക്കിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതേപോലെ വശത്താൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ, ജങ്ക് ഫുഡൊക്കെ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക, അതേപോലെ പിന്നെ നേരത്തെ കിടക്കാൻ നോക്കുക, പിന്നെ നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, എഴുതി വെക്കുക. ഓരോ ദിവസവും ടു ഡു ലിസ്റ്റ് പോലെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് അതൊരു ഡെയിലി റൊട്ടീൻ ആക്കിയിട്ട് ആ സമയത്തിന് അനുസൃതമായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. താങ്ക് യു. നല്ലൊരു മറുപടിയാണ് ബഷീർ സാർ പറഞ്ഞത്. കാരണം വെച്ചാല് എന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നപ്പോ അങ്ങനെ പറയരുത്. എന്റെ ഒരു കിഡ്നി എന്നാ 5 ലക്ഷം റുപ്യ തരാറുമ്പോ 10 ലക്ഷം റുപ്യന്റെ പോലെ അപ്പൊ തന്നെ ആയില്ലേ 2 കിഡ്നിക്ക്. അപ്പൊ അതേപോലെ 2 ഉത്തരം പറഞ്ഞാൽ തന്നെത്താനെ ചിന്തിക്കും അല്ലെ, ഓട്ടോമാറ്റിക്കലി അതിന്റെ അവന്റെ ചിന്ത പോയിക്കോളും. നല്ല മറുപടിയാണ്. വേറെ ആരോ Magic morning, sir. Magic morning. പറയൂ. Thanks, sir. Thank you very much. നമ്മൾ അറിയാനും നല്ല രീതിയിൽ ആരോഗ്യപരമായി ജീവിക്കാനും ഉതകുന്ന രീതിയിൽ കൂടുതൽ നമ്മളെ പറ്റി അറിയാനും മനസ്സിലാക്കാനും പറ്റിയൊരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പൊ പഞ്ചഭൂത സിദ്ധാന്തങ്ങളെ പറ്റിയിട്ടും നമ്മളെ ശരീരഘടനയെ പറ്റിയിട്ടും അതുപോലെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനും നല്ല പോലെ ജീവിക്കാനും നന്ദി പറഞ്ഞ് മറ്റുള്ളവരോട് നല്ലപോലെ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടും എന്നുള്ളതും ഒക്കെ വളരെ ഭംഗിയായി തന്നെ സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ പറ്റിയിട്ട്, നമ്മളെ ശരീരത്തിനെ പറ്റിയിട്ടും നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മളെ പ്രകൃതി നിയമം അനുസരിച്ച് ജീവിക്കാനും നമുക്ക് വെളിച്ചം വീശുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പ്രഭാതം ധന്യമാക്കാനും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നല്ലത് പറഞ്ഞ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും സാറ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അറിവ്, അതുപോലെ തന്നെ കൂടുതൽ ഇതിനോടനുബന്ധിച്ചുള്ള പല അറിവുകളും നമ്മളെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാർ. മാജിക് മോർണിംഗ് സാർ. പറയൂ. സാറിനൊന്ന് ഓർമ്മ തന്നില്ല. കാരണം നമുക്ക് സ്വയം തന്നെത്താനൊന്ന് ചിന്തിക്കാനായിട്ട് സാറ് പഠിപ്പിച്ചു തരുവാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ സ്വയം നമ്മൾ അറിഞ്ഞിട്ടുമില്ല, അറിയാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. നമ്മളൊരു കാര്യം ഇപ്പോൾ സാറ് മൊബൈലിൽ തുടങ്ങി,
അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിലും മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിലും കാർ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ അതിനെ നമ്മൾ പരിപാലിക്കും. ആവശ്യത്തിന് ഒരു എണ്ണ ഒഴിക്കും, പെട്രോൾ ഒഴിക്കും, മൊബൈൽ ഒഴിക്കും, എല്ലാം ചെയ്യും നമ്മൾ. പക്ഷെ നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ള. അതങ്ങനെ പോണോ? അത് ദൈവത്തിന്റെ ഇതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണില്ല. പ്രൊഫസർ പറഞ്ഞ പോലെ കാലത്ത് പല്ല് തേക്കും, കുളിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. വേറെ ഒന്നും നമ്മുടെ ശരീരത്തിന് എന്താ വേണ്ടെന്നോ മനസ്സിന് എന്താ വേണ്ടതെന്നോ നമ്മൾ ചിന്തിക്കണില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും അത് ആ ഒരു അവബോധം, തിരിച്ചറിവ് ഉണ്ടാക്കാൻ ഏറ്റവും സഹായിച്ചു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മിസ്റ്റർ സാർ. ഷാജൻ പറഞ്ഞോളൂ. നമസ്കാരം. നല്ലൊരു ടോപ്പിക്കാണ് സാർ ഇന്ന് എടുത്തത്. നമുക്ക് എല്ലാവർക്കും വേണ്ട, നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മളിപ്പോ ഒന്ന് സംസാരിച്ചതിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച് പോകണം. സാർ നേരത്തെ പറഞ്ഞു നമുക്ക് ജീനുകൾ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതില് നമ്മളതിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ട് ഇങ്ങനെ പെട്ടെന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അതായത് നമുക്ക് വളരെ നല്ല എന്താ പറയാ, നല്ല രീതിയിൽ ഒതുങ്ങിക്കൂടാനാണ് ഇഷ്ടം. നമുക്ക് വെറുതെ ഇരിക്കുക, അതാണ് ഇഷ്ടം വരുന്നത്. നമ്മുടെ മൈൻഡിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണത്. പക്ഷെ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇപ്പൊ ജസ്റ്റ് ഭക്ഷണം സാറ് പറഞ്ഞു നേരത്തെ, രാത്രി ഭക്ഷണം, ബഷീർ സാർ പറഞ്ഞു രാത്രിയാണ് ഭക്ഷണം കഴിക്കാൻ. പക്ഷെ നമുക്ക് ആകർഷണം അതിലേക്കാണ്. നമ്മുടെ മൈൻഡിലുണ്ട് ഇത് കഴിച്ചാൽ പൊട്ടയാണെന്നുള്ളത്. പക്ഷെ നമ്മളതിനെ അത് ആകർഷിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൽ നിന്ന് മാറുക, വേറിട്ട് ചിന്തിക്കാൻ. അങ്ങനെയുള്ള 5% ആളുകളാണ് ഇതിൽ ഇരിക്കുന്നുണ്ടായിരിക്കുക. എന്തായാലും അങ്ങനെ നമുക്ക് കഴിയുന്ന ആളുകളാവുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റുന്നത്. നമ്മളുടെ മാറ്റങ്ങൾ നമ്മളുടെ സമൂഹത്തിലേക്ക് മാറ്റാൻ പറ്റുന്നു. അത് വലിയൊരു പോയിന്റ് ആണ്. അപ്പൊ അത് നമുക്ക് നമ്മളിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവരും ഉറക്കം, ഇപ്പൊ രാവിലെ എണീക്കാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം രാവിലെ എണീക്കുന്നത് ഗുണമാണെന്നുള്ളത്. ഇതിലുള്ളവർക്കും അറിയാം, ഇതിലില്ലാത്തവർക്കും അറിയാം. പക്ഷെ അതിനെ, ആ ഉറക്കത്തിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബിസിനസ്സിലായാലും അറിയാം, നമുക്ക് ലോങ് വിഷൻ നമ്മൾ വെക്കാൻ എല്ലാവർക്കും മടിയാണ്. ഇന്നത്തെ കാര്യങ്ങൾ, ജോലിക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇന്നത്തെ കാര്യം വളരെ ഭംഗിയായിട്ട് കഴിയണം. സാറ് നേരത്തെ പറഞ്ഞു പാലക്കാട് പോകേണ്ട കാര്യത്തിന് അത് അന്നത്തെ കാര്യം നടക്കാനാണ് പാലക്കാട് പോവാന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ലോങ് വിഷൻ ഉണ്ടെങ്കിൽ അയാൾ എന്തായാലും ഒരു 7 ദിവസം റെസ്റ്റ് എടുക്കാൻ എന്തായാലും തീരുമാനിക്കും, ഉറപ്പാണ്. അപ്പൊ അത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിലേക്ക് വരാൻ മടിയാണ് എല്ലാവർക്കും. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജെയിനിൽ കിടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത്. ഓരോരുത്തർക്കും നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ അങ്ങനെ കൊണ്ട് നടന്ന് അപ്പൊ നമുക്ക് പല്ല് കഴിക്കാൻ തുടങ്ങിയ സംഭവം നേരത്തെ സാറ് പറഞ്ഞു. അത് എങ്ങനെയാണ്, നമുക്ക് കാലങ്ങളായിട്ട് എല്ലാവരും അത് പാലിച്ചു വരുന്നു. നമ്മുടെ സമൂഹം അതിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ നമ്മളിൽ കൂടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിനെ, ഈ പറഞ്ഞ പോലെ എക്സസൈസ്, എല്ലാവർക്കും അറിയാം എക്സസൈസ് നല്ലതാണെന്ന് അറിയാം. പക്ഷെ ചെയ്യാൻ മടിയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു 10 പേർ, നമ്മളെല്ലാവരും എക്സസൈസ് ചെയ്യുന്നു. അപ്പൊ നമ്മളിലേക്ക് കുറച്ച് പേര് കൂടി കൂടുന്നു, അങ്ങനെ കുറച്ച് കൂടുന്നു, അങ്ങനെ 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 എല്ലാ തരത്തിലും നമുക്ക് നമ്മുടെ സമൂഹത്തിന് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നേരത്തെ സാറ് പറഞ്ഞു നമ്മുടെ ആരോഗ്യം വേണമെങ്കിൽ ഒരു ഡോക്ടർക്ക് പോലും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. അത് നമ്മൾ മാറാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സമൂഹത്തിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഷാജൻ സാറേ. ഇനി ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു റസാഖ് സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, നമ്മളുടെ ജീവിത രീതി എങ്ങനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അസുഖങ്ങളെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും. നമ്മള് പ്രകൃതിയോട് കൂടി ചേരുക എന്നുള്ളതാണ്. പ്രകൃതി പോവുക, പ്രകൃതിക്ക് അനുകൂലമായിട്ട് ജീവിക്കുക. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ പറ്റാറില്ല. എങ്കിലും മാക്സിമം നമ്മളുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ പഞ്ചഭൂതങ്ങളെ കുറിച്ച്, ഭൂമിതത്വം, ജലതത്വം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്. സ്ഥിരമായിട്ട് നമ്മൾ ബിമാജിക്കിൽ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞ ഡിസിപ്ലിൻ തന്നെ പഠിച്ചത്. ചെയ്യാറുണ്ടെങ്കിൽ കൂടിയും അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. അപ്പൊ അതൊക്കെ ഒരു നമ്മൾക്ക് എന്താ പറയാ, ഏറ്റവും മൂല്യമായ കാര്യങ്ങള്, പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. അതിനുശേഷം എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക്
കൂടുതൽ ബോധവാന്മാരാകുന്നത്. അപ്പൊ അതിനെ നമ്മൾ മാറ്റിയെടുക്കുക. നമ്മളുടെ മനസ്സിനെ നമ്മൾ കീഴടക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് റസാഖ് സാറിന്റെ ഏറ്റവും നല്ലൊരു ക്ലാസ്. എന്താ പറയാ, ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച് സാർ, നല്ലൊരു ക്ലാസ്സിന്. താങ്ക് യു ദിവ്യ മാം. കഴിഞ്ഞോ? ഓക്കെ. ഈ ചക്രാസിൽ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഭൂമിക്ക് മുകളിലൂടെ വെള്ളം എന്നുള്ള തിയറി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മഴ പെയ്യുമ്പോൾ ഭൂമിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് നമുക്ക് കാണാം. എന്നാല് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് അവിടെ ഭൂമി മുകളിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇല്ലേ? ശ്രദ്ധിച്ചോ? ഭൂമിക്ക് മുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് ആർക്കും ഒരു പ്രശ്നമില്ല, നല്ലതാണ്. പക്ഷെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തിലൂടെ അവിടെ ഭൂമി വന്നാൽ, അഥവാ മണ്ണ് അതിലേക്ക് വന്നാൽ ആ വെള്ളത്തിന്റെ ഒഴുക്കട നിൽക്കും. തന്നെയുമല്ല, ഇപ്പുറത്ത് വെള്ളം കൂടും, അപ്പുറത്ത് വെള്ളം കുറയും. അല്ലേ? അത് ആകെ എന്താവും? ഡിസോൾട്ടർ ആവും. അപ്പൊ നമ്മൾ പറയും, വെള്ളം ഉണ്ടല്ലോ, ഭൂമി ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കൂലേ? പക്ഷെ കറക്റ്റ് അല്ല. അതന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കുക, രാത്രി ഉറക്കുക. ചില ആളുകൾ എനിക്ക് തോന്നുന്നു ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാനല് 12 മണിക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രാത്രി 12 മണിക്ക് അല്ല, രാത്രി 12 മണിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കും, ഞാൻ മിണ്ടാതിരുന്നാണ്. എത്ര കാലം ചെയ്യും നോക്കാലോ. അപ്പൊ അതൊക്കെ നിയമവിരുദ്ധ. ശരിക്ക് നമ്മൾ ഒരു 10-11 മണിയാകുമ്പോഴത്തേന് എന്തായാലും ഉറങ്ങിക്കോ. 11 മണിക്ക് ശേഷം ഒരു കാരണവശാലും ഉറക്കം ഒഴിവാക്കാൻ പാടില്ല. അത് നിയമമാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഞാൻ ഉറങ്ങുന്നുണ്ടല്ലോ, ഞാൻ പകൽ ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. വെള്ളം ഇവിടെ ഉണ്ടാവും, ഭൂമി ഇവിടെ ഉണ്ടാവും, ഒക്കെ റെഡി ഉണ്ട്. പക്ഷെ കറക്റ്റ് അല്ല. കറക്റ്റ് അല്ല ഞാൻ രോഗിയാവും. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. നമ്മുടെ ഏതായാലും ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് നല്ല ആരോഗ്യവും ആയുസ്സും എല്ലാം വേണം. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞില്ലേ മുഫീദ? 13 ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് ഏകദേശം എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഓൾ. ദെൻ വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? അപ്പം സിന്ധു മാം പറഞ്ഞ പോലെ മാസത്തിലെ ഇടയ്ക്കൊക്കെ റസാഖ് സാറെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളാണ് റസാഖ് സാർ നമ്മളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നത്. മാക്സിമം നമ്മൾ അത് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. സോ ഇന്ന് ഈ ഒരു സെഷന് എടുത്ത റസാഖ് സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു റസാഖ് സാർ. താങ്ക് യു ഓൾ. Thank you, Rasak sir. Thank you so much.